ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇതിലേക്ക് നന്നായിട്ട് ആ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതൊരു 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു 5 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ തക്കാളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു 5-6 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ചേർത്തിട്ടാണ് നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കേണ്ടത്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നായി വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മാത്രം മതി. അതല്ലാതെ ഒരുപാട് വറുത്ത് കോരി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഭാഗം ഒന്ന് ശരിയായി വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരുപാട് ഹാർഡായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് വറുത്ത് കോരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഭാഗം ശരിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനെ കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ ഇതിൽ നിന്നും വറുത്ത് കോരിയെടുക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും വറുത്തെടുക്കാം. ബാക്കി വരുന്ന ചിക്കനും കൂടി നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ 2-3 പെരിഞ്ചീരകം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ഏകദേശം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, നടുക കീറിയ പച്ചമുളക്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5-6 പച്ചമുളക് ഉണ്ട്. അതുകൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നിറം ഏകദേശം ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സവാളയൊക്കെ പകുതി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 3-4 മുഴുവൻ മുളക് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഇത് ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് ആ നിറം മാറി വരണം. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ട്. ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചിക്കൻ ഫ്രൈയിലുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് നമുക്ക് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് ഈ സവാളയൊന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നടുവിലേക്കൊന്ന് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണിത്, അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം.
ഇത് മാത്രമായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ സവാളയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 തക്കാളിയാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി നന്നായി വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു ചിക്കൻ ഫ്രൈ ചെയ്തതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഈ മസാലയെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം മസാല. ഇത്രയും ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ ഏകദേശം ഇത്രയും മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളവുമൊക്കെ ആയിട്ട് നന്നായിട്ട് മസാല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചിക്കനുമായിട്ട് മസാലയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വലിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മിക്സ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നന്നായിട്ട് ഈ ചിക്കനിൽ മസാല മുഴുവൻ പിരളുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് ചെറു ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് ഈ ചെറു ചൂടിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം. മസാലയായിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ചെറുതീയിൽ കിടന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും ബൈ ബൈ.